കാവ്യ പറയുന്നത് പോലെ ഒരു മറുപടിയായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത്. മനസ്സ് തുറന്ന് സാന്ദ്ര തോമസ്. നടിയായും നിർമ്മാതാവായും കഴിവ് തെളിയിച്ച വ്യക്തിയാണ് സാന്ദ്ര തോമസ്. സിനിമയിൽ അങ്ങനെ സ്വപ്നങ്ങളൊന്നും ഇല്ലാത്ത ആളാണ് താനെന്നാണ് സാന്ദ്ര പറയുന്നത്. എനിക്ക് ഇത്രയും സിനിമകൾ ചെയ്യണം, അങ്ങനെയുള്ള സിനിമകൾ ചെയ്യണം എന്നൊന്നുമില്ലെന്നും സാന്ദ്ര പറയുന്നു. തനിക്ക് എക്സൈറ്റിംഗ് ആയ സിനിമകൾ ചെയ്യുക, തൻ്റെ ഫാമിലി ലൈഫിനെയും തൻ്റെ പേഴ്സണൽ ലൈഫിനെയും ബാധിക്കാത്ത സിനിമകൾ ചെയ്യുക എന്നതാണ് തൻ്റെ മനസ്സിലെന്നും താരം പറഞ്ഞു. ഇത് തൻ്റെ വരുമാന മാർഗം കൂടിയാണെന്നും അതുകൊണ്ട് അത്തരം സിനിമകൾ ചെയ്യുക എന്നതാണ് തൻ്റെ പോളിസിയെന്നും സാന്ദ്ര പറഞ്ഞു. ഫ്രൈഡേ ഫിലിംസ് തുടങ്ങുന്ന സമയത്ത് ഇത് കേരളത്തിലെ 1-ാം നമ്പർ സാധനമായി മാറണമെന്ന് ഉണ്ടായിരുന്നെന്നും ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, സിനിമ ചെയ്യണം എന്നു മാത്രമായി മാറിയെന്നും സാന്ദ്ര പറഞ്ഞു. സിനിമയിലേക്ക് വന്നില്ലെങ്കിൽ ഒരു വീട്ടമ്മ മാത്രമായി മാറുമായിരുന്നു താനെന്നും കൈരളി ടിവിയോട് സാന്ദ്ര മനസ്സു തുറന്നു. പലപ്പോഴും താൻ ആലോചിച്ച ഒരു കാര്യമുണ്ട്. കാവ്യയുടെ പല കാര്യങ്ങളും എന്നിലുണ്ടെന്ന്. കുഞ്ഞുങ്ങളെയും കുടുംബവും നോക്കിയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു കാവ്യ. എന്ത് ആവണമെന്ന് ചോദിക്കുന്ന സമയത്ത് കുട്ടികൾ പല ആഗ്രഹങ്ങളും ആകും പറയുക. ചിലർ എഞ്ചിനീയർ ആകണം, മറ്റു ചിലർ ഡോക്ടർ ആകണം എന്നാകും പറയുക. എനിക്ക് അങ്ങനെയായിരുന്നില്ല. കാവ്യ പറയുന്നത് പോലെ ഒരു മറുപടിയായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത്, സാന്ദ്ര പറഞ്ഞു. എവിടെയെങ്കിലും കല്യാണമൊക്കെ കഴിച്ചുപോയി കുഞ്ഞുങ്ങളും ഭർത്താവിനുമൊപ്പം സുഖമായി ജീവിക്കുക എന്നതായിരുന്നു കാവ്യയുടെ ആഗ്രഹം. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ മനസ്സിലും. അതാകും ഞാൻ ഫാമിലി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിൻ്റെ പ്രധാന കാരണവും. എൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എൻ്റെ കുടുംബമാണ്, ബാക്കിയൊക്കെയും എനിക്ക് സെക്കൻഡറി ആണ്, സാന്ദ്ര പറഞ്ഞു. ഞാൻ നല്ലൊരു നടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ബാലതാരമായി വന്നതാണ്. തടിച്ച ഒരു പ്രകൃതമായതുകൊണ്ട് നായികയായൊന്നും ഞാൻ എന്നെ കണ്ടിരുന്നില്ല. പക്ഷേ സൂത്രധാരനിൽ നായികയായി എന്നെ വിളിച്ചിരുന്നു. ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അത്. എൻ്റെ ഒരു സബ്ജക്റ്റ് കഥയാക്കാൻ ലോഹി സാർ ആലോചിച്ചിരുന്നതാണ്. ഈ പുനർജന്മത്തെക്കുറിച്ചുള്ള ഒരു സിനിമ ചെയ്യണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അത് ലോഹി സാർ ആലോചിച്ചതുമാണ്. എന്നാൽ അപ്പോഴേക്കും അദ്ദേഹം മരിച്ചു, സാന്ദ്ര പറയുന്നു.